ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്. നമ്മളിപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന അത്രയും പണിയൊന്നുമില്ല. അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരാൻ പോകുന്നത്. പെരുന്നാളിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിങ്ങാണ്. കേക്ക് പുഡിങ്ങൊന്നും ഇതിന് പറയാട്ടോ നമുക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പുഡിങ് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് നമുക്കൊരു കേക്കാണ്. അപ്പോൾ ഞാനിവിടെ 1/2 kg അളവിൽ വരുന്ന കേക്കിൻ്റെ സ്പോഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കേക്കിൻ്റെ സ്പോഞ്ച് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ റൗണ്ടിൽ 1/2 kg മോൾഡിൽ ഉണ്ടാക്കിയ കേക്ക് ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു ലെയറായിട്ട് നമ്മളിപ്പോൾ 1/2 kg ഒരു കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യൂലേ, അതിൽ ഒരു ലെയർ ഒരു നിരത്തി വെക്കുക. അതുപോലെ ബാക്കിയുള്ള പീസസൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമുക്ക് ഏത് മോൾഡിലാണോ സെറ്റ് ചെയ്തെടുക്കുക അതിനനുസരിച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതി. സ്ക്വയർ മോൾഡിലാണെങ്കിൽ സ്ക്വയർ മോൾഡിൽ ചെയ്തെടുക്കാം. അതവിടെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 1/2 ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെക്കണം. അതിന് മുമ്പായിട്ട് ഒരു 3.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ട് ആ ഒരു പാലിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അത് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിതിന് ചെലാഗ്രാസോ അല്ലെങ്കിൽ ചൈനാഗ്രാസ് ജലാറ്റിൻ അതൊന്നും യൂസ് ചെയ്യണില്ല. കോൺഫ്ലോർ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. കസ്റ്റാർഡ് പുഡിങ്ങായിട്ട് അങ്ങനെയും സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിത് കസ്റ്റാർഡ് പുഡിങ് അല്ല. അപ്പോൾ ഇത് ഒട്ടും കട്ടയില്ലാണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് ആ തിളച്ച് വരുന്ന ഒരു ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ, നമ്മൾ പുഡിങ് ആകുമ്പോൾ കുറച്ചൊക്കെ മധുരം വേണമല്ലോ, 6-7 ടേബിൾ സ്പൂൺ വരെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അതുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. കണ്ടൻസ് മിൽക്ക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാലൊക്കെ ഒന്ന് തിളച്ച് വരുന്ന ഒരു സമയത്ത് നമുക്ക് ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് കുറേശ്ശായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ തിക്കായി ഇങ്ങനെ വരും കേട്ടോ. കോൺഫ്ലവർ കുക്കാവുന്നതിനനുസരിച്ച് ഈ ഒരു മിൽക്ക് മിക്സ് ഇങ്ങനെ തിക്കായിട്ട് വരും. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്താണോ നമുക്ക് വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ മാംഗോ മിക്സ് ഉണ്ടല്ലോ, ടൈഗറിൻ്റെ മാംഗോ മിക്സാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. മാംഗോയുടെ ഒരു ഫ്ലേവറും ഒരു യെല്ലോ കളറൊക്കെ നമുക്ക് കിട്ടും. പിസ്ത മിക്സ് വേണമെന്നുണ്ടെങ്കിൽ പിസ്ത മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 3-4 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ബിസ്ക്കറ്റാണ് കേട്ടോ, ഹോർലിക്സ് ബിസ്ക്കറ്റാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇടയിൽ ഇങ്ങനെ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ ഒരു മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിലാണ്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ക്രീമൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് കേക്ക് കഴിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ ഒരു പുഡിങ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അതുപോലെ ഈദൊക്കെ വില വരുന്ന ഈദിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റും നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ട് 4-5 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഡെക്കറേഷൻ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഇതുണ്ടല്ലോ സ്ട്രിപ്സ്, അതാണ് സ്പ്രിങ്കിൾസ്, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിങ്ങനെ ചുറ്റും ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം ഇപ്പം നട്ട്സ് വേണമെന്നുള്ളവർക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ നല്ല റിച്ച് ലുക്കിൽ കിട്ടും നമുക്ക്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സിമ്പിൾ പുഡിങ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ചൈന ഗ്രാസ് ഒക്കെ ചേർത്തിട്ട് പുഡിങ് ഉണ്ടാക്കില്ല, അതേപോലെ തന്നെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ഈദിനും കഴിഞ്ഞ മുന്നത്തെ വർഷത്തെ ഈദിനൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുഡിങ് ഒക്കെ ഇതുപോലെ തയ്യാറാക്കിയെടുത്തൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നായിട്ട് ചെറിയ പെരുന്നാളിന്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടൊരു സെറ്റായിട്ട് വന്നിട്ട് അടിയിൽ കേക്കിൻ്റെ ലെയറും മുകളിൽ ഈ ഒരു പുഡിങ് ലെയറുമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ. പിസ്തായുടെ വേണമെങ്കിൽ പിസ്തായുടെ, ബട്ടർ സ്കോച്ച് വേണമെങ്കിൽ ബട്ടർ സ്കോച്ച്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.